ഹായ് ഗായ്സ്, നമ്മൾ ഈ ഇരിക്കുന്ന അമ്മൂന് +2 ഫുൾ എ പ്ലസ് കിട്ടി. നമ്മളെ ഫുൾ എ പ്ലസ് ആടി, ഞാൻ അതറിഞ്ഞില്ല. ഫുൾ എ പ്ലസ് കിട്ടിയതിന്റെ ട്രോഫി മേടിക്കാനായിട്ട് ഞങ്ങൾ തൈക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ശ്യാമ ചേച്ചി. കൺമണി, നീ എന്ത് ചെയ്യുന്നു? നമ്മളെവിടെ പോണു അമ്മി? ട്രോഫി അടിക്കാൻ പോകും. അല്ല ഞാൻ ചോദിച്ചു, പക്ഷെ തൈക്കാടല്ല അൽക്ക എവിടെ എത്തി? അതുപോലെ ശ്യാമേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയാം. അല്ല, കടയില് എനിക്ക് ഒരു കിച്ചണിൽ നിന്ന് പല ഐറ്റം പല കടയായിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യും. അതെന്താണെന്നറിയാമോ? നമ്മൾ ലോക്കലിന്റെ ഒരു ഇത് അറിയണമല്ലോ. ലോ ക്ലാസ്സിന്റെ പൾസർ ബിരിയാണി മോശമാണോ? അല്ലല്ല, ഇവിടുന്ന് കോഴിക്കോട് അവിടെ പോലും ചേച്ചി വെക്കുന്ന ടൈപ്പ് ബിരിയാണി പിന്നെ സമൂസ വേണമെങ്കിൽ ഉണ്ടാക്കാം. ചിക്കൻ സമൂസ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കാം. ഇവിടെ ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോകണം. നിങ്ങൾ കയറിയിട്ടുണ്ടോ ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ? സൂപ്പറാണ്, നല്ല പഴംപൊരിയും ചായയും. നമ്മളിതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാനും കൂടെ പറ്റും. അവിടെ പോ സെറ്റ്. അവിടെ പോയിട്ട് എനിക്ക് മറ്റേ ഇത് വേണം, എന്തോന്ന് ബ്രെഡ് പുഡിംഗ് വാങ്ങിച്ചു തന്നാ മതി. അവിടെ ആണെങ്കിൽ കൺമണി കയറോടി. ശ്യാമ ചേച്ചിയുടെ ഈ കുട്ടി കൂടെ കേറുന്ന രീതിയിലുള്ള കടയിലേ കയറാൻ പറ്റൂ. ഇവള് കേറൂലേ? നമുക്ക് AC റെസ്റ്റോറന്റ് മിനിമം 5-6 സ്റ്റാറെങ്കിലും വേണം. അങ്ങനെയല്ല, ഇവിടെ തിരക്കുണ്ട്, എല്ലാരും കൂടെ മെസ്സാക്കുന്നിടത്ത് കയറുകയാണ്. ഇവിടെ എന്തോന്ന് മിട്ടു? എന്തുണ്ട്? ഇത്രയും നല്ല കാർ പാർക്കിങ്ങോ? അത് കൊള്ളാം, ഞാൻ ആദ്യമായിട്ടാ കാണുന്നു. ഞാൻ ഈ വഴി ഷെയ്ക്കിന്റെ ഒരു ഇത് പറഞ്ഞാണ് ബോബ സൂപ്പറാണ്. ബോബ ഷേക്ക്, പിന്നെ അതുപോലുള്ള ഷേക്കിന്റെ ഒരു ലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുഡിംഗ്. അപ്പൊ നീ ഇതെല്ലാം കൂടെ എവിടെ ഇട്ട് ഒറ്റ കിച്ചണിൽ നിന്ന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് വിടണം. കാര്യം ചോദിക്കട്ടോ, നീ ഉദ്ദേശിക്കുന്ന കട ഏത് നിന്റെതാ? അതിന്റെ അകത്ത് ഇത്രയും ഭയങ്കര പറഞ്ഞു തരട്ടാ, നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഞാൻ പറഞ്ഞ സാധനത്തിനൊന്നും സ്ഥലം വേണ്ട. അതായത് പിസ്സ ഉണ്ടാക്കാൻ സ്ഥലം വേണോടി അമ്മു? പിസ്സ പരത്താനും ആ ചെറിയൊരു മണക്കാച്ചി ഓവൻ വെക്കാനും ഒക്കെ ഉള്ള സ്ഥലം മതി. പിന്നെ ഇന്നലെ ഞാൻ പറയട്ടെ, ഒരു ഷെയ്ക്കിന്റെയോ ജ്യൂസിന്റെ സംവിധാനം ചെയ്യാനായിട്ട് ഒരു ജ്യൂസർ മാത്രം നിൽക്കണ ഒരു ഇത്ര ഏരിയ മതി. ഈ സ്റ്റിയറിംഗ് ഇത്ര ഏരിയ മതി. ബിരിയാണി വെക്കാനൊന്നും പറ്റില്ല. ബിരിയാണി അവിടെ വെളിയിലും എല്ലാം നിനക്ക് അടുപ്പ് കൂട്ടിത്തരാം. എടി, ബിരിയാണി കുറച്ചുകൂടെ എക്സ്പെൻസീവും അതുപോലെ തന്നെ സാധനം പോയില്ല നമ്മൾ ടെൻഷനാണ്. പക്ഷെ ഈ ഷേക്ക് നമുക്ക് ഇന്ന് തന്നെ തീരണമെന്നില്ല. പിസ്സ ഇന്ന് തന്നെ തീരണമെന്നില്ല, പാഴ്സൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതാണ് നഗറ്റ്സ്, ബ്രോസ്റ്റഡ് അതെല്ലാം ഫ്രോസൺ ആണ്. ഓർഡർ വരണമെങ്കിൽ മാത്രം എടുത്ത് എണ്ണയിൽ ഇട്ടാൽ മതി. അവിടെ ഇരിക്കും. ഈ സിനിമ കിട്ടി അമ്മ അവളെവിടെ ചെന്ന്
അവളോട് എത്തുമ്പോ വിളിക്കും. ഊബറും കാത്തിരിക്കണം. ഇപ്പഴും നിക്കണ ഇവിടെ കൊണ്ടുപോയി. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ. എന്നാ പിന്നെ നിനക്ക് അവളെ കൂടെ വിളിച്ചോണ്ട് വന്നൂടെ? അമ്മ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാടി? ഓ അൽക്കെ ഓ അൽക്കേനെ കൊണ്ട് നിന്റെ പരിചയമുള്ള കൂട്ടുകാരികളെ കൊണ്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. എനിക്ക് പരിചയം അങ്ങനെ ആരും ഇല്ലെന്ന് വിട്ടിച്ചാട്ട. അത് ശരിയാണ്. അത് എന്തൊരു സ്വഭാവമാണോ എന്തോ എനിക്കറിഞ്ഞു. കാക്കൂടെ ഒരു friend. ഓക്കെ, നമുക്കും ബെസ്റ്റ് ഫ്രണ്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പ് ഇപ്പൊ ഇവിടെ ആരെങ്കിലും പാവങ്ങളും പാവങ്ങൾ അവിടെ ഒന്നും പോയി. എന്ത് തന്നെ ഇവിടെ ആരും വരൂലേ? ഇവിടെ ഇപ്പൊ അങ്ങനെ ആരും വരില്ല. ഇപ്പൊ പറഞ്ഞവര് ഒക്കെ എല്ലാരും ചെന്ന് കാരണം ലക്ഷറി സെറ്റപ്പ്. ഞാൻ വരുമായിരുന്നു ഇവിടെ. നീ വരൂ. ഞാൻ വരുമായിരുന്നു. ഇപ്പൊ ദൂരെ ആയതുകൊണ്ട് വരാറില്ല. പണ്ട് നീ ഇവിടെ അടുത്തായിരുന്നു. അല്ല, അച്ഛൻ എവിടെയാണ് കൊണ്ടുവരുന്നത്? അതുകൊണ്ട് ആന ഇരിക്കുന്നുണ്ട്. ആനയുടെ പുറത്തൊക്കെ ഇരിക്കുന്നു. എന്താ കണ്ട ആന? ആനയുടെ അടുത്ത് അങ്ങനെ കയറി ഇരുന്ന് സെക്യൂരിറ്റി തലയിൽ അടിയുന്നുണ്ട്. അപ്പ കാലി തൂക്കിയുടെ തറയടിക്കും. നിങ്ങൾ ഈ സാമൂഹിക അപ്പൊ പൈസ കൊടുത്ത ഒറ്റ കാര്യം പറഞ്ഞോളൂ, പൈസയൊക്കെ തരാം, ഉപയോഗിക്കരുത്. ഇപ്പൊ ഏതാ ഒരുത്തന്റെ രാവിലെ ആകുമ്പോ എടുത്ത് നോക്കിയിട്ട് അഖിലിനെ അറിഞ്ഞൂടെ കോമഡി റൈറ്റാ ലെഫ്റ്റാ? അതല്ലേ ആളെ കോമഡിയിലൊക്കെ അഭിനയിക്കണ മറ്റേ അഖിലിനെ അറിഞ്ഞൂടെ? അവ ഇന്നലെ അവന്റെ ഭാര്യയുടെ അടുത്ത് പറയണേ, നീ പറഞ്ഞ പ്രകാരം AC വെച്ചിട്ടുണ്ട്, ഓണാക്കരുത്. ഓ അഖിൽ NRD. ആദ്യം എന്നാ പിന്നെ അടുത്ത് വേറെന്തോന്ന് വേറെന്തിനൊക്കെയാ പറഞ്ഞു. ഞാൻ അത് കേട്ടിരുന്ന് ആലോചിച്ചു. ഇപ്പൊ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓ മിട്ടു അങ്ങനെ തന്നെ. മിട്ടു ഓരോന്ന് മനസ്സിലെ ഇതവിടെ ഇരിക്കട്ടെ, അത് ഉപയോഗിക്കരുത്. നമ്മൾ ഈയിടയ്ക്ക് അങ്ങനെ ഒരെണ്ണം കണ്ടല്ലേ? ആ കണ്ടത് തന്നെ അവള് പറയണ. അതാകില്ല. എനിക്ക് മനസ്സിലായി. അഖിലാണോ നിഖിലാണോ? അഖില. ഇതാണ് പ്രസവ ശുശ്രൂഷ ആശുപത്രി. എവിടെ പ്രസവ ശുശ്രൂഷ? ഇതാണ് തൈക്കാട് ഹോസ്പിറ്റൽ. തൈക്കാട് എത്തിയില്ലേ? 1 കിലോമീറ്റർ കൂടെ ഉള്ളു. ഇപ്പൊ എത്തും മക്കളെ, ഇപ്പൊ എത്തും. നമുക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ട്, പെട്ടെന്ന് തരാൻ പറയണേ. പെട്ടെന്നൊന്നും തരൂല. CBSE എല്ലാ എണ്ണം ഉണ്ട്, MGM മാത്രമൊന്നും അല്ല. അപ്പൊ ഇന്ന് രാത്രിയില് വീട്ടിലെത്തൂലേ? അത് കുഴപ്പമില്ല, വാങ്ങിക്കാൻ നീയല്ലേ ഇരിക്കണ്ട, നമ്മളല്ലല്ലോ. അല്ല, ഫുൾ A+ കിട്ടിയ കുട്ടികളെ. ഓ ആ പയ്യൻ. അതാണല്ലേ വലത്തോട്ടല്ലേ? വലതും ഇടതും തന്നെ പറഞ്ഞോട്. ഇതിലത് അവര് പറഞ്ഞാലേ എനിക്കറിയാം, നോക്കി പറയാനൊന്നും എനിക്കറിയാം. നോക്കി നിനക്ക് പറയാം, ഇങ്ങനെ ഒരു റോഡ് പറഞ്ഞപ്പോ ഇങ്ങനെയല്ലേ പോവേണ്ട. അങ്ങനെ പറയാൻ ഇത് നേരെ എവിടെ ചെല്ലൂടി ശ്യാമേ? ഇതോ ഇതെനിക്കറിഞ്ഞോട്ടെ. ഇത് പിന്നെ എവിടെ? ഞാൻ പറഞ്ഞു അരിസ്റ്റോ ജംഗ്ഷൻ. എവിടെയാണ് അരിസ്റ്റോ? സുരേഷ് അതന്നെയാണ് സുരേഷ് തന്നെ. അത് തന്നെ, അവിടെ തന്നെ. ഇവിടെ മന്തി മനസ്സിലുണ്ട്. നമ്മളടുത്ത് വലുത് മറ്റതും വലുത് തന്നെ. ഉള്ളൂരുള്ളതിനെക്കാട്ടി വലുതാണ് നമ്മളവിടെ. പക്ഷെ ഫുഡില് എപ്പോ ചെന്നാലും മറ്റേ അൽഫാമും എല്ലാം കിട്ടണ ഉള്ളൂരാണ്. ഉള്ളൂരിന്റെ അവിടുത്തെ ഉള്ളൂര് കുറച്ചൊരു ടേസ്റ്റ് ആണെന്നും ഹണി ഗ്ലേസ്ഡ് ചിക്കൻ സൂപ്പറാണ്. ഹണി ഗ്ലേസ്ഡ് അൽഫാം എനിക്ക് ആ കൂടെ അൽഫാം മന്തിയിൽ ഇഷ്ടമുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാവ്, സൂപ്പർ അല്ലേ? ഇതൊന്നും ഇപ്പൊ അവിടെ ഇല്ലേ? ഇതൊക്കെ ഇപ്പൊ ഒടിഞ്ഞിങ്ങ് വീഴും. നീ എവിടെ എത്തിയാ? തുരുന്തു തുടങ്ങി. ഇവിടെ നിന്നെ ഇങ്ങോട്ട് ഇടത്തോട്ട് കാണിക്കണം, നേരെ കാണിക്കണം. ഇടത്തോട്ട് സൂപ്പർ മരങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് കവടിയാണ് ജംഗ്ഷന്റെ ലുക്ക്. അതായിരിക്കാം. ഇതിങ്ങൊന്നും വരണ്ടായിരുന്നടി. കണ്ടാ ഇപ്പൊ നിനക്ക് മനസ്സിലായടി? എടി പറഞ്ഞത് മനസ്സിലായടി? എടി മിട്ടുവണ്ണം പറഞ്ഞത് മനസ്സിലായടി നിനക്ക്? എവിടെ അവള് മരിച്ചാ? ഇല്ല, ഇവിടെ ഉണ്ട്. ഈ വഴി നമ്മള് വന്നിരുന്നെങ്കിൽ അത് വഴി വരണം. അപ്പുറം നിങ്ങൾക്ക് അറിയാം, വഴിതെക്കാട് ഇങ്ങോട്ട് കയറുന്ന സ്ഥലമായി. അതോ ആ കാണുന്ന ആ അമ്പല കണക്കിരിക്കുന്ന ആ സാധനം. എവിടെ? ഈ അങ്ങനെയൊക്കെ പറഞ്ഞു അത് തന്നെ തോന്നുന്നത് ആ ഭാരതി ഭവൻ തന്നെ. പക്ഷെ എറണാകുളം എത്തിയപ്പോഴത്തേനും വിട്ടൊരു വഴി. ഇത് കണസാ റോഡ്. ഇത് ശരിക്കും അമ്പലം. ഇതിവിടെ എങ്ങനെ കണ്ട്? ഇത് അമ്പലമുണ്ട് ശരിക്കും. തൈക്കാട് ഹൗസ്. തൈക്കാട് ഹൗസ്. ഇത് ശരിക്കുള്ള അമ്പലം. അമ്മേ, ഭാരത് ഭവനാ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ഗവൺമെന്റ്. ഞാൻ ഈ വ്ലോഗ് തപ്പി പിടിച്ച് വന്നു. എല്ലാത്തിനും കിട്ടും അടി. കേരള സർക്കാരിന്റെ വണ്ടി പാർക്കിംഗ് ഇല്ല. ഒരു കാര്യം ഇവര് നമ്മളിവിടെ ഇറങ്ങാൻ പറ്റും. പാർക്കൊക്കെ ചെയ്തിട്ട് പയ്യ വന്നാൽ പുറം പോക്കാം.
വീഗാലാൻഡ്. ആവേശത്തിൽ അതൊന്നും പറഞ്ഞ് നീ കണ്ടോ? നമ്മളിത് കണ്ടല്ലേ ഈ ഫ്ലാറ്റ് ആ പാർക്കിംഗ് ഉണ്ട്. സ്കൂൾസ് ബസ് ഞാനാ ഇവന്റെ ഫോണില് ഇല്ലടി കാറ് കിട്ടാനില്ല. ഞാൻ സ്വിഗ്ഗിയിൽ പോയി നോക്കിയപ്പോ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തോന്നുള്ളത് ഫ്ലിപ്കാർട്ട് ഇതെന്തോന്ന് പുതിയ സ്മൈൽ ഇവിടെ പോണോ? ഇപ്പൊ പോയി തിരിഞ്ഞു വരാം. എംആർഐ ഇവിടത്തെ പാവ് ബജി സൂപ്പറാണ്. ഐ മിസ് ദിസ് കട. ഇത് എന്തൊരു ബിൽഡിംഗ് ഇത് കൊള്ളാമല്ല. മുടി പോലീസുകാരാ. ഓ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. എന്താ മേധാവി എന്നാ ഇത് കൊള്ളാം, നല്ല കടയാണ്. അതോ ലോകമാണ്. Some IPS retired officer. അമ്മീനെ എവിടെ കൊണ്ട് കയറ്റിയല്ല. ഇവിടെയൊക്കെ ഞാൻ പണ്ട് കുഞ്ഞിലേ വന്നിട്ടൊരു ഓർമ്മ. മണി എത്രയായി കമ്മി? കമ്മി പറ. 2:30 പഞ്ചരെന്ന് പറഞ്ഞ 2:30 2:30 കൊച്ചിന്റെ വാച്ചിലും. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇട്ടു. നീ ഇവിടെ പ്രേമിച്ചിട്ട് ചായക്കടയിട്ട് ഇട്ടായിരുന്നു. അയ്യോ ഇല്ലടി അവളെ അത് 24 മണിക്കൂർ ഈ ചായ. അല്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് വല്ല തമിഴിനെ കൊണ്ട് കെട്ടിക്കുകയാണ്. അല്ല ആ എവിടാ ലുലു മോളില് കാലെടുത്ത് വെക്കുമ്പോഴേ ഊട്ടൂരക്കാർ വിചാരിക്കും ഇപ്പൊ ചായയുടെ പാത്രം ഇവിടെ നിർത്താം. പക്ഷെ ഞാൻ നല്ല ചായ ആണെങ്കിലേ കുടിക്കുള്ളൂ. ഇല്ലേ ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെ നല്ല ചായയാണ് ഒരിതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചായ കുടിക്കുള്ളൂ. ഒരു കാര്യം ഇറങ്ങ ലുട്ടിലൊടിക്ക് ചായ ഇറങ്ങ് ലുട്ടുലുടുക്കിയൊക്കെ ഇറങ്ങ്. സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യും? വാങ്ങുമ്പോ എന്ത് ചെയ്യും? ക്ലാപ്പ് ചെയ്യും അല്ലേ? വിളിച്ചാളി റോഡിലെ വെളിയിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു, അകത്ത് പ്രസംഗിക്കുന്നു. ഞാനൊരു പെർഫെക്റ്റ് ബ്ലോഗ് ബിരിയാണിയും കിട്ടുമല്ലോ. ഏത് ബിരിയാണി? മെറ്റൻ ബിരിയാണി.
നമ്മൾ ട്രിവാൻഡ്രത്ത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായി രാത്രി മൂവിയുടെ കാര്യം? നീ ഒരു കാര്യം ചെയ്യ, അവളുടെ അടുത്ത് ആരെന്തരോ കാറിനെ കുറിച്ച് വിഷമം പറഞ്ഞാലും ഉള്ള കാർ ഞാൻ എടുത്തുതരാം. കാറില്ല വല്യമ്മക്ക്. കണ്ട 1 കോടി രൂപയുടെ ബെൻസാണ് അവർക്ക് ഇല്ലാത്തത്. കൺമണി ബെൻസ് ഇല്ലെന്ന് അച്ഛന് ബെൻസ് വേണോന്ന് അച്ഛന് വാങ്ങിച്ചു തരൂല. ചേച്ചിക്ക് പച്ച കളർ കാർ വാങ്ങിച്ചു കൊടുക്കും നേരത്തെ പറഞ്ഞാണ് വല്യമ്മക്ക് പച്ച കളർ കാർ വാങ്ങിച്ചല്ലേ. നല്ല കളർ. കമ്മി ഏത് കളർ ഏത് പച്ച കമ്മി? കിളിപ്പച്ചേ കറുമ്പച്ചേ? കിളിപ്പച്ച. കൊച്ചി കിളിപ്പച്ച വാങ്ങി കാണാൻ പോണം. ഇവരൊക്കെ അലിമ്പ് ചേച്ചി. ഫണ്ട് നിനക്കറിയാമോ? ടിക്കറ്റിന് എന്ത് വിലയാണെന്ന്? ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞുതരാം. ഇല്ല വല്യമ്മ ഒരു കാര്യം ഞാൻ തിയേറ്റർ പറയാം. ഇവിടെ ഉള്ള ഗ്രീൻഫീൽഡ് ഇല്ലേ? അയ്യോ അവിടെയാണെങ്കിൽ സൂപ്പറാണ്. വേറെ ഒരിടത്തും എനിക്ക് വരാൻ പറ്റും. വേറെ ഒരിടത്തും എനിക്ക് വരാൻ പറ്റൂല. എടി ലുലുവിൽ ഒരിക്കലും ടിക്കറ്റ് എടുക്കരുത്. ഫാമിലി ആയിട്ട് പോകുമ്പോ ലുലുവിൽ ടിക്കറ്റ് എടുക്കരുത്. ലുലു പോലുള്ള PVR അങ്ങനെയുള്ള ലക്ഷറി സംഭവങ്ങളിൽ എടുക്കരുത്. കാര്യം പിള്ളേർ വാശി പിടിക്കും. പിള്ളേർ വാശി പിടിക്കുമ്പോൾ ഒരു മിനറൽ വാട്ടർ 100 രൂപ, ഒരു പോപ്കോൺ 360 രൂപ. എന്താണിത്? അമ്മ ഉലു പോണില്ല. ഉലു ടിക്കറ്റിന്റെ വില എവള് വരണതേ അതിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ വെറും 300 രൂപയുടെ അവിടുത്തെ കാര്യവട്ടത്തെയാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ഒന്ന് നോക്കിയാണ് ചേച്ചി കാര്യവട്ടം നോക്കിയാണ്. രണ്ടുപേരും ഒരുമിച്ച് വരും. കമ്മി വാട്ട് ഹാപ്പൻ? ഇതുവഴി അങ്ങോട്ട് പോണം. ഫുള്ള് ഫുഡിന്റെ സൂപ്പർ സ്ഥലമാണ്. ഫുള്ള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോഴല്ല 2-4-5 മാസം ആവും. നമ്മളെ ഈഞ്ചക്കല് വള്ളക്കടവിലോട്ട് പോണ റോഡിൽ അകത്തോട്ട് കിടക്കണ ഭീമാവളിയിലൊക്കെ പോവാ. ചെന്ന് കയറുമ്പോ ഇത്താത്താടെ കട. ഇവിടെ ഞല്ലി പിന്നെ മട്ടൻ തോരൻ, മട്ടൻ കറി, ബ്രെയിന് അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഞാൻ അവിടെ പോയാണ് കഴിച്ചത്. സൂപ്പറായി. ചേട്ടനും ചേച്ചിയമ്മയും കൂടെ ഒരുമിച്ച് പക്ഷെ ഞാനും അത് തന്നെ കേട്ടോ. എന്നാ സത്യസന്ധമായിട്ട് നീ ഇരിക്കണം. ഞങ്ങള് പാവമാണ്. ഞങ്ങള് വഴിയിൽ വെച്ച് ഫുഡ് പറയാറില്ല. എങ്കിൽ ഫുഡിന്റെ സ്ഥലം എത്തുമ്പോഴേ അത് പറയാം. സിനിമ കാണണോ? ബ്ലോക്ക് ഇല്ല അമ്മി. പോപ്കോൺ വാങ്ങിച്ചിട്ട് സിനിമ കാണാം. ഒരു കടയുണ്ടായിരുന്നേ, അവിടെ സിപ്പപ്പ് കിട്ടുമായിരുന്നു. കാര്യവട്ടം ഇതാണ്ട് ഇവിടെ നിർത്തി തരും. ഞാൻ പോയി 1 രൂപയുടെ സിപ്പപ്പ് വാങ്ങിച്ചിട്ട് വരാം. പാൽ സിപ്പപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കിട്ടത്തുള്ളൂ. ഇതാണ്ട് ഇവിടെ ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം. 114 അല്ലല്ല. എവളെ പൈസ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വാങ്ങിച്ചു തരുമെന്ന് തോന്നുന്നു കേട്ടോ. പാവോടാ, ആര് പൈസ എന്നാലും നിന്റെ കയ്യിലല്ലേടാ അവള് കൊണ്ടുവരണ. എനിക്ക് പോലും തരൂല. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ കടയാണ്. കൈരളി ഭക്ഷണശാല. ഗ്രീനയുടെ കട. ഗ്രീന ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ്. അത് അമ്പാട്ടി അല്ല. ചിലപ്പോ എവിടെന്നെങ്കിലും മഴ മാറി വെയില്. ശ്യാം ചേച്ചി നോക്കേണ എത്ര രൂപ പൈസ കണ്ട് ഞെട്ടിയിരിക്കുവാണ്. ഇതാണ് ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ. സത്യം അതിപ്പോ 2ാമതാണ് കെട്ടിയത്. ഞാനും പൊന്നും ഇവിടെയാണ് ജനിച്ചത്.
ഗ്രീൻഫീൽഡ് മൂവി അതല്ലേ ഏരിയ 7-10 ലുലുവിലുണ്ട്. അങ്ങനെയല്ല പറയണ്ട, അത് ഇങ്ങനെയാണ് പറയണ്ടത്. ഇത് നമ്മുടെ ഏരിയ തിയേറ്റർ ഉണ്ട്. അല്ലേ അമ്മി? അതാണ് ആർട്ടക് കൂട്ടുകാരി കിടക്കണം. അപ്പൊ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ അതുകൊണ്ട് എന്ത് കൊടുക്കുന്നത്? ഒരു ബൊഫേ കൊടുക്കാന്ന് വിചാരിച്ചു. കണ്ട സിനിമ. ചേച്ചി അഭിഷേകിന് അഭിഷേക് എന്ത് അവിടത്തെ അവരുടെ ഫാമിലിയാണ്. അവരുടെ സ്റ്റാഫുകൾക്ക് എല്ലാം കൂടെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അവന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ട് കൊണ്ടുപോകൂലെന്ന് പറഞ്ഞടി. ഞാനും അവിടുത്തെ സ്റ്റാഫാണ്, എനിക്കും വേണം. എനിക്ക് അവിടെ പോയി ബുഫേ കഴിക്കണമെന്നുണ്ട്. രാജധാനിയിൽ പോയി ബുഫേ കഴിക്കണമെന്ന് വിചാരിച്ചാൽ നീ വെറും മന്ദ ബുദ്ധി. എന്ത് നമുക്ക് പോവാടി. ഓബൈ താമരയില് ചേച്ചി, ഓബൈ താമര ഒരാൾക്കാ പോയിട്ട് അമ്മൂനെയും സൗമ്യനെയും എല്ലാം കൂടെ ഏതെങ്കിലും ഒരു ഐസ്ക്രീം പാർലറിൽ കയറിയിട്ട് ആൾക്കൊന്നിന് 150 രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ ഇവരവിടെ സമാധാനമായിട്ടിരുന്ന് അതൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് അവിടെ കയറി ഫുഡും കഴിച്ചിട്ട് അത് ഞങ്ങള് കഴിക്കൂലേ? നിങ്ങളെക്കാട്ടി ഞാൻ നന്നായിട്ട് ഞങ്ങള് കഴിക്കാം. അതാണ്. പക്ഷെ കഴിക്കുന്ന ഐറ്റം വേറെ അത് തന്നെ. പക്ഷെ അതിനൊക്കെയാണ് വില കൂടുതല്. വില കൂടുതൽ കഴിക്കണമെന്നുള്ളതല്ല ആവശ്യം. നമ്മൾ അമ്മു ഞാനും മാത്രം മറ്റേ എല്ലാം പോയി എടുക്കുന്നു. എല്ലാം എടുക്കുന്നത്. നിങ്ങള് മറ്റേ ആദ്യമേ പോയി ഇഡ്ഡലി സാമ്പാറും, നമ്മള് മറ്റേ ഫ്രൂട്ട്സ് എല്ലാം വില കൂടിയല്ല ഞങ്ങളാണ് എടുത്തത്. സത്യം പറഞ്ഞ എല്ലാം ടേസ്റ്റ്. ഞാൻ 2 കയ്യിലൊക്കെയാണ് എടുത്തോണ്ടത്. ഒരു കയ്യില് ദോശ, അമ്മു ഞാനും മാത്രമാണ് അവിടുത്തെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചത്. ഞാനാണ് അവിടുത്തെ തണ്ണിമത്തൻ മൊത്തം. ഞാൻ കൺമണിക്കും എടുത്ത് എനിക്കും എടുത്തു. What? This is medical college. പക്ഷെ നമ്മള് വേറൊരു ബൊഫേ കഴിക്കാൻ പോയതില് ആപ്പിള് സഹിതം ഉണ്ടായിരുന്നു. മുഴുവൻ ആപ്പിള്. അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കോവളത്ത്. അത് പക്ഷെ മറ്റേ ഇതായോണ്ടാണ്. അല്ല, അവിടെ ഒരു ഫോറിനേഴ്സ് ഫുള്ള്, നമ്മള് മാത്രമേ മലയാളികളായിട്ടല്ല, രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഫുൾ ആപ്പിൾ ചേച്ചി ചുമ്മാ അവിടെ കൊണ്ടുവച്ചിരുന്നു. എന്നിട്ട് എടുത്തോണ്ട് പോകും. നമുക്ക് ഇവിടെ ഇറങ്ങാം. ബാബുക്കുട്ടന്റെ ഹോട്ടലെത്തി. കൺമണിയുടെ ഫേവറേറ്റ് ഹോട്ടൽ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരക്കാൻ തന്നെയല്ലേ പണി? ഞാൻ ഇവിടെ ഹലോ. അമ്മോ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അതിലെനിക്ക് വേറെ മാറ്റമൊന്നുമില്ല. ഇത് സെറ്റ് സാധനം. കണ്ണണി കഴിച്ചിട്ടില്ല. സൂപ്പർ. എനിക്ക് സാധാരണ ഹണി ഫ്ലേവർ വരണം ഇഷ്ടമല്ല. പക്ഷേ ഹണിയുടെ ഫ്ലേവർ ഇല്ല. ബർത്ത്ഡേക്ക് നമുക്ക് കേക്കൊന്നും വാങ്ങിച്ച പൈസ കളയുണ്ട്. ടോപ്പ് സാധനം. ഷോർട്സിനായാലും